ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമ പറയാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവളുടെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ മുമ്പോട്ട് ഇനി നല്ല രീതിയിൽ തന്നെ പോവില്ല എന്ന് ഉറപ്പിച്ച് പറയുക കേട്ടോ അനി. ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അതിന് മോൾ എന്ത് തെറ്റാടാ ചെയ്തേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയം ജാനകിയെ സപ്പോർട്ട് ചെയ്ത് ജലജയും പയ്യെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ജലജ പറയുന്നുണ്ട്, മോനെ നീ സത്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നിൻ്റെ ഭാര്യേനെയും കുടുംബക്കാരെയാണ്, അല്ലാതെ നയനേനൊന്നും അല്ല. പിന്നെ നിന്നെ കാണാൻ വേണ്ടിയാ നന്ദു അവിടെ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മോൻ അവിടെ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അവളെ പറഞ്ഞു വിടണ്ടേ? ഇതൊക്കെ കണ്ടാൽ സ്വന്തം ഭാര്യയ്ക്ക് സഹിക്കുമോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അതിന് ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടിയല്ല പോയത്, ഞാൻ എൻ്റെ വലിയമ്മേനെയും നയനേടത്തെയും കാണാൻ വേണ്ടിയാണ് പോയെന്ന് പറയാം. അപ്പോഴത്തേക്കും ജലജയെ കളിയാക്കി ചോദിക്കുകയാണ്, അതിനെന്താ അവളാണോ നിൻ്റെ വലിയമ്മയ്ക്ക് ലിവർ കൊടുത്തേ? അവളെ അങ്ങ് പോയി കാണാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വേണുവും പറയാണ്, ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇനിയും കണ്ട പെണ്ണുങ്ങളെ മനസ്സിലിട്ട് എൻ്റെ മോളെ വേദനിപ്പിക്കാനാണെങ്കിൽ അതെന്തായാലും നടക്കുകയില്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന എനിക്ക് നല്ല ദേഷ്യം വരുവാണ്. അനിവരാണ്, ഇവളുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഇനി ഇവളുടെ കവിളിൽ അടി കൊണ്ടുവന്നിരിക്കും. അതിന് ഞാനിനി ഇപ്പോൾ ഉത്തരവാദിയായിരിക്കുമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കൊണ്ടുപോകാം, എനിക്ക് താല്പര്യമില്ല, കേസ് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോ എന്നുള്ള രീതിയിൽ തർക്കുത്തരം പറഞ്ഞിട്ട് കയറി പോവാട്ടോ അനി. ഇത് കേൾക്കുമ്പോഴേക്കും വേണുവിന് രേവതിക്കൊക്കെ അടി കിട്ടുന്ന പോലെ ആവുകയാണ്. നമ്മുടെ അനാമിക ആകെ ഒന്ന് പതറുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, എടാ ഇനി നിൽക്കവിടെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എങ്ങനെ നിൽക്കാനാ? ആ നയന എന്ന് പറയുന്നവളുടെ വാക്ക് കേട്ടല്ലേ ഇവൻ്റെ ജീവിതം, പിന്നെ എങ്ങനെ ശരിയാവാനാന്ന് പറ എന്ന് പറയണം. അതേ സമയത്ത് അനാമിക പറയാണ്, അച്ഛാ ഇനി നമ്മളിവിടെ നിന്നിട്ട് എന്താ കാര്യം, വാ പോകാം എന്ന് പറയും കേട്ടോ. അപ്പോൾ വേണു ജാനകിയോട് പറയാം, ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോവാണ്, ഇവിടെ നിന്ന് അതിനെ അടിച്ചു കൊല്ലാൻ വേണ്ടി വിട്ടു തരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വലിയ ഷോ കാണിച്ച് അനാമികേനെയും കൂട്ടിക്കൊണ്ട് പോവുക കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേക്കും ജാനകിക്ക് ആകെ വിഷമാവുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ജാനകിയുടെ അടുത്ത് ജലജ എന്നിട്ട് പറയുകയാണ്, ഇതിനൊക്കെ കാരണം ആ നയനയും അവളുടെ അമ്മയാണ്. അവളുടെ അമ്മയായിരിക്കും പയ്യെ തള്ളി വിട്ടത് നന്ദുവിനെ അങ്ങോട്ട്. ഈ വീട്ടിലോട്ട് ഇനി അവക്കൂടെ വന്ന് കയറാനുള്ള പദ്ധതിയാണ്, അതാ ഇപ്പോഴും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജാനകിക്കാകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ദേവയാനീനെയാണ്. ദേവയാനീനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിക്കൊണ്ട് പോവുക കേട്ടോ. കൂടെ ജയനും ആദർശവും ഉണ്ട് കേട്ടോ. ആ സമയത്തും ആദർശനെ നോക്കിയിട്ട് ദേവയാനി പറയുന്നുണ്ട്, മക്കൾ അമ്മമാർ പറയുന്ന അനുസരിക്കാതെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെയാണ് അമ്മമാർ ഈ അനുഭവിക്കുന്നത്. നിന്നോട് ഞാൻ നയനയുടെ കാര്യത്തിൽ 100 തവണ പറഞ്ഞിട്ട് നീ കേട്ടില്ല, ഇപ്പം എന്തേ നോക്ക് ഞാൻ അതിനൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് നയനനെ ആ സമയത്തും കുറ്റപ്പെടുത്തുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ജയനോടും ആദർശനോടും കൂടെ ആയിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിലും നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, പറ്റാനാ ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം സ്വന്തം ഭർത്താവും മകനും മനസ്സിലാക്കാതെ ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം, തിരിച്ചു വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, ഈ സമയത്തേലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ താൻ ഓപ്പറേഷന് പോയിട്ട് വാ, ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ദേവയാനി ICUലോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അച്ഛാ ഈ സമയത്തും അമ്മ നയനെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട്, സാരമില്ല മോനെ, അതിനൊക്കെ ഒരു സമയം വരും. അങ്ങനെ അവളവരെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തെ നമ്മുടെ ജീവിതമായിരിക്കും ഏറ്റവും നല്ല നാളുകൾ. പക്ഷേ അവൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ ചുറ്റുമുള്ളവർ പരിശ്രമിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എന്തായാലും ദേവയാനീനെ വേദനിപ്പിക്കാൻ പറ്റില്ല. നയന മോൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് പറഞ്ഞാൽ പിന്നെയും കാര്യങ്ങൾ മനസ്സിലാവും, കുറച്ചൊക്കെ വേദന ഉണ്ടെങ്കിലും. പക്ഷേ ദേവയാനിയുടെ അവസ്ഥ അതല്ല. അത് മനസ്സിലാക്കിയിട്ടേ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അയാൾ പറയുന്നതിനൊന്നും തർക്കിക്കാൻ പോവണ്ട എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് ആദർശ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അതേ സമയത്ത് വേണുവും രേവതിയും പറയുകയാണ്, നാണം കെട്ട കൂട്ടങ്ങൾ ആ കനകയും അവളുടെ മോളും വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, നമ്മുടെ മോളുടെ ജീവിതം നശിപ്പിക്കാനാ, നമ്മുടെ പദ്ധതികളെല്ലാം ഇവൾ പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അനിയെന്ന് പറയുന്നത് അവളുടെ മുമ്പിൽ വെച്ച് എൻ്റെ മുഖത്തോണ്ട് അടിച്ചേ, ഇതുപോലൊരു അടി എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല, ഇതിനെന്തായാലും പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ, അവളുടെ ഒരു നയന എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് വേണു പറയണം, അത് നേരാ, നയനാന്ന് ഏതോ മാലാഖേനെ പോലെ പറയുന്ന പോലെയാണ് അവൻ്റെ പറച്ചിൽ. എന്തായാലും മോളൊരു കാര്യം ചെയ്യണം, ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ച് ദേവയാനി വരുമ്പോൾ അവർ അസുഖം മാറിയോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ അവരുടെ ചോര തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവളുമാരെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അയ്യപ്പന്മാരെന്തായാലും കാൽനടയായിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. പോയിട്ട് വരാൻ എന്തായാലും മോളെ ഒരു 7 ദിവസം എടുക്കും. ആ സമയം കൊണ്ട് നയനനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ. തിരിച്ചു വരുന്ന ആദർശ് അവൻ്റെ ഭാര്യയെ കാണുന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണട്ടെ എന്ന് പറയും കേട്ടോ. ആ സമയത്തും വേണു പറയുന്നുണ്ട്, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോള് അനിയയുടെ എതിരെ നിൽക്കാൻ നോക്കരുത്. നയനയും അവളുടെ കുടുംബക്കാർക്കും എതിരെ നിൽക്കുന്ന പോലെ ആയിരിക്കുമല്ലോ. അനി നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പദ്ധതികളെല്ലാം പൊളിയും. ഒരു പരിധി കഴിഞ്ഞ് അനി നിന്നെ വേണ്ട എന്നുള്ള രീതിയിൽ വാശി പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ജാനകി പോലും സ്വന്തം മകൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും
മനസ്സിലാക്കി പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ കാര്യങ്ങളെല്ലാം പൊളിയും എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്കും അനാമികയ്ക്കും ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് വേണു പറയാണ്, എങ്ങനെയാലും നീ അവനെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തണം, അങ്ങനെ മാത്രമേ നന്ദുവിനെയും നയനേനെയും ഒക്കെ ആ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്താക്കാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് കനകേനെയും നന്ദുവിനെയാണ്. അവരിങ്ങനെ നയന കിടക്കുന്ന ഐസിയുവിൻ്റെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ആ സമയത്ത് ജാനകി അങ്ങ് വരുവാണ്. ജാനകിയെ കാണുമ്പോഴേ നന്ദു കനകയോട് പറയുന്നുണ്ട്, ദേ അമ്മേ, അനിയുടെ അമ്മ വരുന്നുണ്ടെന്ന് പറയും കേട്ടോ. ആ സമയത്ത് തന്നെ ജാനകി ഇവരെ കാണുന്നുണ്ട്. എന്നിട്ട് പൊട്ടിത്തെറിക്കുവാണ്. എന്നിട്ട് പറയാം, ഓ നീ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ഏടത്തേക്ക് നിൻ്റെ ചേച്ചിയെ പോലും കണ്ണെടുത്താൽ കണ്ടുകൂടാ, പിന്നെ നീയും നിൻ്റെ അമ്മയും കൂടെ ഇവിടെ വന്ന് കുറ്റിയടിച്ചിരിക്കേണ്ട കാര്യം എന്തിനാ? എൻ്റെ മരുമോളെ എങ്ങനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അവിടേക്ക് സ്വന്തം മകളെ കയറ്റണം, അതിന് ഓരോ അടവും കാണിച്ചുകൊണ്ട് വന്നിരിക്കുക എന്നൊക്കെ പറയാം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കനക പറയുന്നുണ്ട്, ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷെ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ന് പറയാണ്. ആ സമയത്ത് ജാനകി പറയാണ്, ഇവക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ ഇവളും അനിയുമായിട്ടുള്ള ബന്ധം അനാമിക മോൾക്ക് അറിയാമെന്നുള്ള കാര്യം, എന്നിട്ടും കല്യാണം കഴിഞ്ഞ് പിന്നെയും അനിയുടെ മുമ്പിൽ ഇവളിങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ഒന്ന് പതറുന്നുണ്ട് കനകയും നന്ദുവും. എന്നിട്ട് പറയണം, അതാണ് അനാമിക മോളോട് എനിക്ക് അകലം ഉണ്ടാവാനും കാരണം അത് തന്നെയാണ് എന്ന് പറഞ്ഞ് പിന്നെയും തർക്കിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആദർശ് അതിലേ വരും കേട്ടോ. ആദർശ് വരുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട്, നീ അറിഞ്ഞില്ലായിരുന്നു ഇവിടെ നടന്നു വന്നും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അറിഞ്ഞിരുന്നു. എന്നിട്ട് എന്താ നീ ഇവളെമാരെ ഇപ്പോഴും തലയിൽ വെച്ചുകൊണ്ട് നടക്കുവാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് പറയാണ്, അനി എന്ന് പറയുന്നത് ചുമ്മാ ആവശ്യമില്ലാതെ ആരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന സ്വഭാവമുള്ളവനല്ല. അനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കും അനാമിക, അല്ലാതെ അനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് നല്ല ദേഷ്യം വരുവാണ്. എന്നിട്ട് തന്നെ നീ ഇവളുടെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, അവസാനം എൻ്റെ മരുമോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും, എൻ്റെ മരുമോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കൂടെ ഞാനും പോവും, അത് നീ ഓർത്തോ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ആദർശിന് ചെറിയ വിഷമാവുകയാണ്. അപ്പം തന്നെ ജാനകി പറയുകയാണ്, പിന്നെ ഒരു കാര്യം കൊണ്ട് നീ ഓർത്തു, നിൻ്റെ ഭാര്യേനെ പോലും നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇടത്തി മരുമോളായി കണ്ടേക്കുന്നതും എൻ്റെ മരുമോളെയാണ്, അതുകൊണ്ട് തന്നെ ആ കൊച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും മാത്രമായിരിക്കില്ല പോകുന്നത്, കൂടെ പോരുന്നത് നിൻ്റെ അമ്മയും കൂടെ ആയിരിക്കും എന്നും കൂടെ ഓർത്തോളാൻ പറയും കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോവുകയാണ്. ജാനകി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കനക ആദർശിനോട് പറയുന്നുണ്ട്, നന്ദുവിൻ്റെ പണ്ടത്തെ സ്വഭാവത്തിനാണെങ്കിൽ ഇതിലപ്പുറം പ്രതികരിച്ചേനും, ഇപ്പോൾ ഒന്നും മിണ്ടാണ്ട് നിൽക്കുക, ഇത്രയൊക്കെ കേട്ടിട്ടും ചെയ്യാത്ത കുറ്റത്തിനും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ സങ്കടപ്പെട്ട്. അപ്പോൾ ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട്, അങ്ങനെ ആവശ്യമില്ലാതെ ചെയ്യാത്ത കുറ്റത്തിന് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ അത് വലിയൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്, ആൾക്കാരത് മുതലെടുക്കും എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ചെറിയൊരു സന്തോഷമാവുന്നുണ്ട്, നന്ദുവിനെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ഓർത്തും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജാനകി നേരെ ചെല്ലുന്നത് ജയൻ്റെ അടുത്തോട്ടോ. എന്നിട്ട് ജയനോടും ഇതേ കാര്യങ്ങൾ പിന്നെയും പറയുവാണ്. അപ്പം ജയൻ പറയുകയാണ്, ഇവിടെ ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുവാണ്, തീരെ വയ്യാണ്ട്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒച്ചയും ബഹളവും കലഹവും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടേ? അതിന് കാരണം ഉണ്ടാക്കിക്കൊണ്ട് നിൻ്റെ മരുമോളും അവളുടെ അമ്മയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പോഴും ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഏട്ടൻ്റെ മരുമോളെയാണല്ലോ പ്രധാനം, എന്തായാലും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല, എൻ്റെ മരുമോളില്ലാത്ത വീട്ടിൽ ഞാൻ ഉറപ്പായിട്ട് നിൽക്കില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, നിൻ്റെ മകൻ എന്ന് പറയുന്നത് ചുമ്മാ ആരെങ്കിലും ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളവനാണോ? പിന്നെ അവനെ ഒരു കാലത്ത് ഇങ്ങോട്ട് സ്നേഹിച്ച് അവൻ്റെ ജീവിതത്തിലോട്ട് തള്ളിക്കയറി വന്ന പെൺകൊച്ചാണ് അനാമിക. നമ്മളാരും വിളിച്ചുകൊണ്ട് വന്നതോ കണ്ടുപിടിച്ചതോ അല്ല, അവനായിട്ട് കണ്ടുപിടിച്ചതും അല്ല. അങ്ങനെ തള്ളിക്കയറി വന്ന് അവൻ്റെ ജീവിതത്തിൽ സ്ഥാനം ഉറപ്പിച്ചിട്ട് ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെന്താ പറയണ്ടേ? അവൾക്ക് സ്നേഹത്തോടെ അവനെ കീഴ്പ്പെടുത്താൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അങ്ങനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ കീഴ്പ്പെട്ടു പോകുന്ന സ്വഭാവമാണ് അനിയുടെ. ഇതൊക്കെ പറയുമ്പോൾ ജാനകി പറയാണ്, ആ കൊച്ച് നല്ല കൊച്ച് തന്നെയാണ്, അതല്ല ഇപ്പോൾ കേസിനും വഴക്കിനൊന്നും പോകാത്തേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും പെൺപിള്ളേർ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ജയം മോതടിച്ചോലെ പറയാണ്, അവൾ കേസിന് പോവുകയാണെങ്കിൽ പോവട്ടെ, നിൻ്റെ മരുമോൾ അത്ര വലിയ രാജകുമാരിയും സൽസ്വഭാവിയാണെന്ന് നീ പറയണ്ട, അതെങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അടി കിട്ടിയ പോലെ നിൽക്കുവാണ് കേട്ടോ ജാനകി. എന്നിട്ട് ജാനകി പറയാം, ഏടത്തേക്ക് പോലും ഇഷ്ടമല്ലല്ലോ സ്വന്തം മരുമോളെ, പിന്നെ എന്തിനാ ഏട്ടൻ ഇങ്ങനെ അവരുടെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ജയം പറയാം, കാര്യം ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുവാണെങ്കിലും സത്യമായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് ദേവയാനിയുടെ വിവരമില്ലായ്മ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ എന്ന് പറയും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ജാനകി വീട്ടിൽ ചെന്നിട്ട് അജയനോട് പറയുകയാണ്, എന്നെയും എൻ്റെ മരുമോളെ സപ്പോർട്ട് ചെയ്യാൻ അജയേട്ടൻ സമ്മതം ഉണ്ടോ ഇല്ലയോ? ഇപ്പോഴും അജയനും ഇതേ കാര്യങ്ങൾ പറയുകയാണ്. ഒരിക്കലും പ്രകോപിതനാവാതെ ആരോട് ഇത്രയും നാളൊരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മുടെ മകൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ന്യായം ഉണ്ടായിരിക്കും,
അപ്പോഴേക്കും ജാനകി പറയുക അങ്ങനെ അവരുടെ ജീവിതം പൊക്കോട്ടെ എന്നാണോ വിചാരിക്കുന്നത്? അവരവരുടെ മോളെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും അജയൻ പറയുകയാണ് സ്വന്തം മോളുടെ ജീവിതം പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാരണവന്മാർ മാത്രമേ വിളിച്ചുകൊണ്ട് പോകുള്ളൂ, അല്ലാത്തവർ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, ഇന്നത്തെ കാലം അപ്പം പിള്ളേരൊന്നും ആരും അങ്ങനെ അനുഭവിച്ചോട്ടെ എന്ന് വെച്ചാൽ ഒരു ചെറുക്കൻ്റെ വീട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുകയില്ല എന്ന് പറയും കേട്ടോ. ആ സമയത്ത് അജയൻ പറയുന്നുണ്ട് അങ്ങനെ അനുഭവിപ്പിക്കുന്ന ഒരു സ്വഭാവം നിൻ്റെ മകൻ്റെ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. അനിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ പണ്ടേ അനാമികേനെ തിരിച്ച് സ്നേഹിച്ചേന്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്തത് ആ കുട്ടിയുടെ കുഴപ്പം. ഇവൾ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇടിച്ചു കയറി വന്ന സമയത്തെ നാലിലൊന്ന് സ്നേഹം കാണിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ജാനകീനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും.